എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്ററാണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്കോബാക്ടീരിയം ലെപ്രെ. മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന അണുവാണ് കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്ര? 0. തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0. ഒരു ജൂൾ സമം എത്ര എർഗ്? 10⁻⁷. 10⁻⁷ എർഗാണ് ഒരു ജൂൾ എന്നത്. ദൈവകണം ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ആണ് ദൈവകണം അഥവാ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. പൈതൽ മലനിരകൾ ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് പൈതൽ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം. A.O. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഒരു മൈൽ എത്ര കിലോമീറ്ററാണ്? 1.609 കിലോമീറ്റർ. 1.609 കിലോമീറ്ററാണ് ഒരു മൈൽ എന്നത്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ല്യൂവൻ ഹോക്ക്. ല്യൂവൻ ഹോക്കാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. ഒങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ. ആൻഡമാനിലാണ് ഒങ്കസെ വർഗക്കാർ അധിവസിക്കുന്നത്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൻകര. ലിത്താർജ് എന്തിൻ്റെ അയിരാണ്? കറുത്തീയം. കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദമാണ് ഡമ്മി. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്. ഉറൂബിൻ്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണൻ എന്നതാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര്. ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി. തകഴിയാണ് ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ഗുരുസാഗരം രചിച്ചത് O.V. വിജയൻ. O.V. വിജയൻ്റെ രചനയാണ് ഗുരുസാഗരം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക്വാസ്ല. ഖടക്വാസ്ലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്.
ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ രചനയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS. EMS ആണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് PK ബാവ. PK ബാവയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്. EMS രചിച്ച ആദ്യ പുസ്തകം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്ന പുസ്തകമാണ് EMS രചിച്ച ആദ്യ പുസ്തകം. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാൻ ആയിരുന്നു വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? തൈക്കാട്ട് അയ്യ. തൈക്കാട്ട് അയ്യാവാണ് ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥൻ്റെ വാക്കുകളാണ് എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്നത്. ഉദ്യാനവിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ഉദ്യാനവിരുന്ന്. പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദാർത്ഥം അസ്പാർട്ടം. അസ്പാർട്ടം എന്ന പദാർത്ഥമാണ് പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സോഡിയം സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റ് ആണ് വാട്ടർ ഗ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ്. ക്രൂക്സ് ഗ്ലാസ് ആണ് അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എറിത്രോസിൻ. എറിത്രോസിൻ എന്ന രാസവസ്തുവാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഇൻഡിഗോ കാർമൈൻ. ഇൻഡിഗോ കാർമൈൻ എന്ന രാസവസ്തുവാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിൻ. ടാർട്രസിൻ എന്ന രാസവസ്തുവാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അജിനോമോട്ടോയുടെ രാസവാക്യം C5H8NO4Na. C5H8NO4Na ആണ് അജിനോമോട്ടോയുടെ രാസവാക്യം. ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷത്തിൽ? AD 1853. AD 1853 ചട്ടമ്പി സ്വാമികളുടെ ജനനം. ഒരു ബാരൽ എന്നത് ഡാഷ് ലിറ്ററാണ്. 159 ലിറ്റർ. ഒരു ബാരൽ എന്നത് 159 ലിറ്ററാണ്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ പലായന പ്രവേഗം
11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലനജഡത്വം. ചലനജഡത്വം മൂലമാണ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കൂടി കറങ്ങുന്നതിന് കാരണമാകുന്നത്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്ര? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത. ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ ഫിനാൻസ് സെക്രട്ടറി. ഫിനാൻസ് സെക്രട്ടറിയാണ് ഇന്ത്യയിൽ 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ്? സർ സി ഡി ദേശ്മുഖ്. സർ സി ഡി ദേശ്മുഖ് ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ക്യോട്ടോ പ്രോട്ടോക്കോൾ. ക്യോട്ടോ പ്രോട്ടോക്കോളാണ് ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളേവ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ, നീരാവി. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ, നീരാവി എന്നിവയാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമേത്? മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. മർദ്ദമാപിനി അഥവാ ബാരോമീറ്ററാണ് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നതെന്ത്? കൃഷിയിടം. കൃഷിയിടങ്ങളാണ് ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? കാരക്കോറം. കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? പരുത്തി. പരുത്തിയാണ് വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം? കരൾ. മനുഷ്യ ശരീരത്തിൽ കരളിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത്. പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗം? ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന നേത്രരോഗമാണ് പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗം. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിത്ത് കോശങ്ങൾ. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ വിത്ത് കോശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മണ്ഡരി രോഗം ബാധിക്കുന്നത് ഏത് വിളയെയാണ്? തെങ്ങ്. തെങ്ങിനെയാണ് മണ്ഡരി രോഗം ബാധിക്കുന്നത്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത്?
കൻവർ സിംഗ്. കൻവർ സിംഗ് ആയിരുന്നു 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത്. ആരുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത്? കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ആസിഡ്. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചതാര്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസാണ് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത്. ശരീരത്തിൽ വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? വൻകുടൽ. വൻകുടലിൽ വെച്ചാണ് ശരീരത്തിൽ വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്നത്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന മാലിയസ് എന്ന അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം? ഓർഗാനോ ക്ലോറൈഡ്. ഓർഗാനോ ക്ലോറൈഡ് എന്ന ഘടകമാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം. മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം? ബക്കൾ. ബക്കൾ എന്നതാണ് മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം. ബക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ബക്കൾ എന്ന വാക്ക് ഉദ്ഭവിച്ചത്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 96. 96ാം ഭരണഘടനാ ഭേദഗതിയാണ് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയത്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ്? ആർബോ വൈറസ്. ആർബോ വൈറസാണ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ്. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? അസം. അസമിലാണ് 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത പ്രവർത്തനം നടത്തിയിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് GST കൗൺസിലിൻ്റെ ആസ്ഥാനം. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാര്? MR ജയകർ. MR ജയകർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത്. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം? ഗട്ടേഷൻ. ഗട്ടേഷനാണ് പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത്. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. പൊയ്കയിൽ കുമാരഗുരുദേവനായിരുന്നു അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച
തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു? എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റനാണ് പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. പുരട്ചി എന്ന പത്രം ആരംഭിച്ചത്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കറായിരുന്നു പുരട്ചി എന്ന പത്രം ആരംഭിച്ചത്. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര്? കൃഷ്ണൻ നമ്പ്യാതിരി. കൃഷ്ണൻ നമ്പ്യാതിരി എന്നതാണ് ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര്. കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? എ.കെ. ഗോപാലൻ. എ.കെ. ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം? മെർക്കുറി. മെർക്കുറിയാണ് വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയാണ് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.